വാഗ്യാട് യു.പി. സ്കൂൾ റിട്ടയർ പ്രധാന അധ്യാപികയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയുമായ മാലതി ചിത്തിരയുടെ കവിതാ സമാഹാരം മുട്ടുകൾ പൂക്കളാകാത്ത കാലം പ്രകാശനം ചെയ്തു. വാഗ്യാട് യു.പി. സ്കൂൾ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ വി.ആർ. സുധീഷ് പുസ്തക പ്രകാശനം ചെയ്തു. വാഗ്യാട് യു.പി. സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപികയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയുമായ മാലതി ചിത്തിരയുടെ കവിതാ സമാഹാരം മുട്ടുകൾ പൂക്കളാകാത്ത കാലം പ്രകാശനം ചെയ്തു. വാഗ്യാട് യു.പി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ വി.ആർ. സുധീഷ് പുസ്തക പ്രകാശനം ചെയ്തു. കവി ചന്ദ്രൻ പെരേച്ചി പുസ്തകം ഏറ്റുവാങ്ങി. സാധാരണ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് കവിതയുടെ ഭാഷയെന്നും അത്തരത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളതെന്നും വി.ആർ. സുധീഷ് പറഞ്ഞു. ഈ സർഗാത്മകതയുടെ മൂല്യം അവരൊക്കെയും മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഈ എഴുത്തു വഴികൾ, അതിൻ്റെ നൈരന്തര്യം എന്ന് പറയുന്നത്. മുട്ടുകൾ പൂക്കളാകാത്തത് ദുരന്തമാണ്. അത് ആരെയും വിഷാദിനിയുമാക്കും. നമ്മുടെ വലിയ കവി എഴുതിയത് തന്നെ വീണപൂവിനെ കുറിച്ചാണ്. അത് അനശ്വരതയുടെ കവിതയല്ല, മറിച്ച് നശ്വരതയുടെ കവിതയാണ്. നശ്വരതയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്, നശ്വരതയുടെ ഈ ലോകത്തെ ചിരസ്ഥായിത്വത്തെക്കുറിച്ചാണ് കുമാരനാശാൻ വീണപൂവിൽ പറഞ്ഞത്. മാലതി ചിത്തിരയും അങ്ങനെ പൂക്കളാകാതെ പോയ മുട്ടുകളെ കാണുന്നു. ഗ്രീക്ക് പുരാണത്തിലൊരു കഥാപാത്രമുണ്ട്, തൊറീസിയസ് എന്നുള്ളൊരു കഥാപാത്രം. തൊറീസിയസ് 500 വർഷം പുരുഷനായിട്ടും. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കെ ഉണ്ണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.എച്ച്. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സ്നേഹതാരം വാട്സപ്പ് കൂട്ടായ്മ ചിത്ര കലാ സാംസ്കാരിക വേദി പ്രവർത്തകർ മാലതിയെ ആദരിച്ചു. മാലതി മറുപടി പ്രസംഗം നടത്തി. എൻ്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർ മുഴുവൻ ഇവിടെ വന്നു. 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾ, അതുപോലെ ഡിഗ്രിക്ക് ബി.എഡിന് അതിനുശേഷം പഠിച്ച ആളുകൾ, ടീച്ചേഴ്സ്, സഹപ്രവർത്തകരെ എല്ലാവരും തന്നെ ഒരു തുള്ളി സ്നേഹവുമായി രാവിലെ ഇവിടെ എത്തിയത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇപ്പം കുറച്ച് പൊക്കത്തിൽ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തിരി അഹങ്കരിക്കാൻ തോന്നുന്നു അവസാന കാലത്തെങ്കിലും. അപ്പോൾ എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ഇവിടെ പ്രിയങ്കരായവർ, ആദരണീയർ എല്ലാവരും വന്ന് നമുക്ക് വേണ്ടി കുറഞ്ഞ ഒരു സമയമാണെങ്കിലും അത് ചെലവഴിച്ചു, നല്ല വാക്കുകൾ പറഞ്ഞു. ഇവരോടൊക്കെ എന്നും നന്ദി ഉണ്ടായിരിക്കും. അത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കും. ഈ ഒരു കവിതാ സമാഹാരം നിങ്ങൾ വായിക്കും എന്ന് കരുതുന്നു. മാനേജർ ഭാസ്കരൻ നായർ, എൻ.എം. ബാലരാമൻ, ശങ്കരൻ നമ്പൂതിരി, എ.കെ. രാധാകൃഷ്ണൻ നായർ, സുജാത ടീച്ചർ, ബീന മുരളി, ബീന ടീച്ചർ, സത്യൻ മനത്താനത്ത്, ചേലേരി മമ്മുക്കുട്ടി, എം. പോക്കർകുട്ടി, മനോജ് വാഗ്യാട് തുടങ്ങിയവർ സംസാരിച്ചു. ജിൽജിൽ ഗോവിന്ദ് സ്വാഗതവും പി.പി. ഗോവിന്ദൻകുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.